മോളെ, നിന്റെ കൂടെ പഠിക്കണ ആ ദാമോദരേട്ടന്റെ മോള് നീതുല്ലേ? അവളെ ഇന്നലെ തൊട്ട് കാണാനില്ലാന്ന്. അടുക്കളപ്പുറത്തുനിന്ന് അമ്മ വിളിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി. ബിക്കോസ് നീതു ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഷീ ഈസ് മിസ്സിങ്. എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം സൈക്കിൾ ഓടിച്ചാൽ നീതുവിന്റെ വീട്ടിലെത്തും. ഞാനവിടെ കുറെ തവണ പോയിട്ടുണ്ട്. അവൾക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണം. ഒന്ന് പോയി നോക്കാം. അച്ഛൻ മരിച്ച ദിവസാ ഞാൻ അവസാനമായിട്ട് കരഞ്ഞത്. അതിനുശേഷം കരയാൻ നോക്കിയാലും വരാറില്ല. ഇപ്പോ ഞാൻ കരയോ? നീതുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടുമുറ്റത്ത് ആരും ഉണ്ടായില്ല. നാട്ടുകാരൊക്കെ പിന്നെ അമ്പലത്ത് കൂട്ടം കൂടി നിൽക്കായിരുന്നു. അതെന്തിനാന്നറിയാൻ ഞാനും അങ്ങോട്ട് നടന്നു. ഇതിപ്പോ ആദ്യമായിട്ടൊന്നല്ല മോളെ, ഇതിപ്പോ മൂന്നാമത്തതാ. ആദ്യം നമ്മുടെ കുമാരേട്ടന്റെ മോളായിരുന്നു, പിന്നെതാ അപ്പുറത്തെ വലിയ വീട്ടിലെ മോള്, ഇപ്പൊ അതാ ദാമോദരേട്ടന്റെ മോള്. വൈകുന്നേരം സമയമാകുമ്പോ കുട്ടികളൊക്കെ കാണാണ്ടാവും. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ വീട്ടു പരിസരത്ത് എവിടെയെങ്കിലും ആ നോക്കുകുത്തിയിരിപ്പുണ്ടാവും. അതെങ്ങനെയാ വരുന്ന, എവിടേക്കാ പോകുന്ന ഒക്കെ ദൈവത്തിനറിയാം. അപ്പോ പോലീസ് കേസ് ഒന്നും ആയില്ലേ? ആ, പോലീസൊക്കെ വരാറുണ്ട്. അവര് വരും പോവും. ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. SI ഒരു പുറനാട്ടുകാരനാ. പിന്നെ ഈ സതീഷിന്റെ മോനൊക്കെയല്ലേ കോൺസ്റ്റബിള്, ഏത് നേരം പെമ്പറന്നോർത്തി കെട്ടിപ്പിടിച്ചിരിക്കുന്ന അവനെ കൊണ്ടൊക്കെ ഇത് കൂട്ടിയാ കൂടുവോ? തിരക്കില്ലെങ്കിൽ മോളിതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുവോ? ഞാൻ പോയി കോഴീനെ കൂട്ടിൽ കയറ്റിട്ട് വരാ. ഓ, അതിനെന്താ, ഇനി എവിടെ നിന്നാ ശരിയാവില്ല. മത്സലേ, വീട്ടിൽ പച്ചക്കറി അരിഞ്ഞ് കറി വെച്ച് നടക്കാന്നല്ലാണ്ട് ഈ നാട്ടിൽ നടക്കുന്ന വല്ലതും അവക്കറിയോ? അതൊക്കെ ഞങ്ങൾ ആണുങ്ങളോട് ചോദിക്കണ്ടേ മോളെ? ശരി, എന്നാ മണിച്ചേട്ടൻ പറ. ആദ്യം കാണാതായത് കുമാരന്റെ മോള. പക്ഷേ നോക്കുകുത്തി ആദ്യം വന്നത് കുമാരന്റെ വീട്ടിലല്ല, അത് ഈ കവലയില. അന്നത് കാണാൻ കുറെ ആളൊക്കെ ഉണ്ടായിരുന്നു. നോക്കുകുത്തിന്റെ കൂടെ ഒരു എഴുത്തുമുണ്ടായിരുന്നു. ഈ നാട്ടിൽ ദൈവത്തിന്റെ ശാപം ആഗതമായിരിക്കുന്നു. ആയതിനാൽ പാപം ചെയ്യാത്ത ഹൃദയങ്ങളെ ദൈവം കൊണ്ടുപോകുന്നു എന്ന് ദൈവം. എങ്ങനെ ദൈവശാപമില്ലാതിരിക്കും? ഇത്തിരി പോണ നിക്കറിട്ട് എല്ലാം തുറന്നു കാണിച്ചല്ലേ പെണ്ണുങ്ങളെല്ലാം നടക്കുന്നേ. പക്ഷേ മെമ്പർ നമ്മുടെ പാർട്ടിക്കാരനായതുകൊണ്ട് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട്. മെമ്പർ എന്താ ചെയ്തേ? ഈ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോ മെമ്പർ എന്ന നിലയ്ക്ക് എനിക്കിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ?
ഒരു മിനിറ്റ്, പാർട്ടി ഓഫീസ് എന്നാ? ഹലോ, ആ അപ്പോ പറഞ്ഞു വന്നത്, മോൾക്ക് അറിയാലോ ഇത് ദൈവശാപാണെന്ന്. മാത്രമല്ല ഇത് ഏത് ദൈവത്തിന്റെ ശാപമാണെന്നും അറിയില്ല. ഇതിനൊക്കെ പോലീസ് വന്നോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ നാടിന്റെ ക്ഷേമ രാഷ്ട്രീയ സങ്കല്പങ്ങളെ മുൻനിർത്തി ഞാനൊരു പരിഹാരം കണ്ടു. ഒരു മതേതര പൂജ. നാട്ടിലെ എല്ലാ മതത്തിൽപ്പെട്ടവർക്കും പങ്കെടുക്കാൻ പറ്റിയൊരു പൂജ. നാട്ടുകാർക്ക് എല്ലാവർക്കും പൂജയെ പറ്റി ഗംഭീര അഭിപ്രായമായിരുന്നല്ലോ. ചേച്ചി പറഞ്ഞതൊക്കെ ലെജിറ്റാണ്. അന്ന് ഫസ്റ്റ് ടൈം കവലയില് ആ നോക്കുത്തി കണ്ടപ്പോ ഞങ്ങള് പിള്ളേരൊക്കെ ഫുള്ള് വൈബായിരുന്നു. അത് റീൽസ് എടുത്ത് കണ്ടന്റ് ആക്കി കാണിച്ചിട്ടെ. പിന്നെ അവിടെ എവിടെയും കുട്ടികളെ കാണാതായപ്പോ ടോട്ടല് ഡാർക്ക് വൈബ് അടിച്ചു. ഞങ്ങളുടെ റീൽസ് എല്ലാം സ്ട്രൈറ്റ് ഡിലീറ്റ് ആക്കി. എല്ലാരും ലോക്കി പാനിക്കായി. ടോട്ടൽ വൈബ് ഓഫ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ധൈര്യമില്ലാതായി. അപ്പോ പൂജയ്ക്ക് പോയില്ലേ? ആക്ച്വലി ഐ എം സ്കെപ്റ്റിക്കൽ. ഡോണ്ട് ബിലീവ് ഇൻ ദിസ് പൂജ ആൻഡ് ഷിറ്റ്. ബട്ട് മോം നിർബന്ധിച്ചപ്പോ പോയിന്നേ ഉള്ളൂ. നീതുവിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നോക്കുകുത്തിയുടെ അടുത്താണെന്ന് എനിക്ക് തോന്നി. നോക്കുകുത്തി നീതുവിന്റെ വീട്ടിൽ കൊണ്ടുവച്ചത് ആരാണേലും അത് തിരിച്ചെടുക്കാൻ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. My gospel screams of justice. My പക്ഷേ മെമ്പർ നമ്മുടെ പാർട്ടിക്കാരനായതുകൊണ്ട് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു മതേതര പൂജ. ഡോണ്ട് ബിലീവ് ഇൻ ദിസ് പൂജ ആൻഡ് ഷിറ്റ്. ബട്ട് മോം നിർബന്ധിച്ചപ്പോ പോയിന്നേ ഉള്ളൂ. ആരാണ് പൂജ ചെയ്യാൻ വന്നേ? ഈ നാട്ടുകാരനല്ല, പക്ഷേ ആള് കൊള്ളാം. പാർട്ടിയുടെ പേരിൽ പ്രത്യേക ശുപാർശ കത്ത് കൊടുത്ത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാ. That one Satan, he came in for 1,000 ora. Do right, fear no man. Do right, fear no man. Said son, keep your nose clean, but I can't help but smell the stench of all those evil rising up from hell. My heart beats like Virginia, done split myself in two. One side made for forgiveness, other pays the dues.
ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ നാട്ടുകാരും ഇവിടത്തെ നിയമപാലകരും വെറും നോക്കുകുത്തികളാ. നിങ്ങളോ? Fear no man. Fear no man. Fear no man. Do right and fear no man.